അസ്സലാമലൈക്കും. ഉമ്മ കിച്ചണിക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വരി. നമ്മളൊന്ന് വെള്ളരിക്ക വെച്ചിട്ട് ഒരു ചെറിയ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിന് വെള്ളരിക്ക ഇതാണ്ട് അങ്ങനെ നെയ്സിൽ നുറുക്കിയിട്ടുണ്ട്. ഇതേപോലെ നെയ്സിൽ വീതിയിൽ നുറുക്കിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഈ വെള്ളരിക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. നമ്മളൊരു 5 ആൾക്ക് കൂട്ടാനുള്ളതാണ് ഉണ്ടാക്കണേ. അതിലേക്കൊരു പച്ചമാൻ്റെ അധികം പുളി ഇല്ലാത്ത മാങ്ങ, നല്ല പൊടിയില്ല മാങ്ങ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കൈകൊണ്ടൊന്ന് തിരുമ്പുക. നല്ലോണം കൈകൊണ്ട് തിരുമ്പുക. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കുക. ഇത് 2 മണി കടുക്, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, തേങ്ങ, ചെറിയ ജീരകം ഇതൊന്ന് നമുക്ക് നന്നായി ചതച്ചെടുക്കണം. എണ്ണ എല്ലാം ചൂടായിട്ടില്ല ഉണ്ട്, മൺപാത്രമല്ല, വേഗം ചൂടായിട്ടുണ്ട്. 2 മണി ചെറിയ ജീരകം പൊട്ടിയാൽ വറ്റൽ മുളക് ഇതാക്കണു, വേപ്പില ഇതാക്കുന്നത് ഇട്ടു. ഇനി നമ്മൾ ചിരങ്ങി മാങ്ങിയിട്ടുണ്ടാവും. മഞ്ഞളും ഉപ്പും തിരുമ്പി വെച്ചില്ല. ഇതിൽ തന്നെ ഉണ്ട് ഇത് വേവല്ല വെള്ളം. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് അരമുറി ചിരങ്ങയാണ് കേട്ടോ. ഇപ്പോൾ 4 ആൾക്ക് സൂപ്പറായിട്ട് കഴിച്ചാണ്ടാവും. അപ്പം ഇനി ഇത് മൂടി വെക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വേവട്ടെ. ഇല്ല, വെള്ളത്തിൽ തന്നെ ഇത് കടന്നു പോകും, ഉടഞ്ഞു പോകരുത്. മാങ്ങി ചെറുതാക്കി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇത് വേകുമ്പോഴേക്ക് നമുക്ക് തേങ്ങ ചതച്ചെടുക്കുക. എനിക്ക് 4 പച്ചമുളക് എടുത്തുക്കുന്നത് എരി കമ്മിയില്ലതാണ്. ചെറിയ ഇഞ്ചിൻ്റെ കഷ്ണം, വേപ്പില, കടുക്, ചെറിയ ജീരകം ഇതൊക്കെ നന്നാക്കി നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പം നമ്മളെ ഇതാക്കണ കഷ്ണങ്ങളൊക്കെ വെന്തിക്കണം. വേഗം വേവും. ഇതിന് വേവില്ലല്ലോ, ആവിയിലൊന്ന് വെന്തിക്കണമെങ്കിൽ നമുക്ക് തേങ്ങ ഇതൊക്കെ ചതച്ചിട്ട് കൊടുക്കും. ഉപ്പൊക്കെ നമ്മളെ പാവം നോക്കാം. ചിലർക്ക് എല്ലാം ഉപ്പ് വേണ്ടി വരും, ചിലർക്ക് ഉപ്പ് വേണ്ടി വരില്ല. നല്ല ടേസ്റ്റ് കേട്ടോ. ആ ജീരകം ഒന്ന് പൊട്ടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ലേശം പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി നമുക്ക് വെക്കുക. എല്ലാ മക്കളും ഇതുവരെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മളെ പച്ചടി തോരന് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മാങ്ങയാണ് ഇട്ടിട്ടുള്ളത്, വെള്ളരിക്കയാണ്. എല്ലാ മക്കളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ.